കേരള സഭയിലെ ഇടവകകളുടെ കാര്യത്തിൽ ആദ്യത്തെ ചരിത്ര സംഭവം. 165 വർഷം പഴക്കമുള്ള ഈ ഇടവകയിൽ കേരളത്തിൽ മറ്റൊരിടത്തും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇടവകക്കാരും നാട്ടുകാരും. കൊച്ചി രൂപതയുടെ കീഴിൽ പൂങ്കാവിലുള്ള അവർ ലേഡി ഓഫ് അസംഷൻ പള്ളിയിലാണ് ഇത് നടന്നത്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു സംഭവം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അപൂർവങ്ങളിൽ അപൂർവമാണ്. കാര്യം ഇതാണ്: പൂങ്കാവിലെ അവർ ലേഡി ഓഫ് അസംഷൻ പള്ളിയുടെ കൈക്കാരൻ സ്ഥാനത്തേക്ക് ഇക്കുറി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു സ്ത്രീയാണ്. പേര് സുജ. കേരള സഭയിൽ ഇതാദ്യമായാണ് ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത്. നമുക്കറിയാം, കൈക്കാരൻ സ്ഥാനത്തുള്ള അഥവാ ട്രസ്റ്റി സ്ഥാനത്തുള്ള വ്യക്തിയുടെ കർത്തവ്യം പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുവകകൾ നോക്കി നടത്തുവാൻ ഇടവക വികാരിയെ സഹായിക്കുക എന്നതാണ്. ട്രസ്റ്റി എന്നൊരു പേര് ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടെങ്കിലും പരമ്പരാഗതമായി കൈക്കാരന്മാർ എന്നല്ലാതെ അല്ലെങ്കിൽ കൈക്കാരൻ എന്നല്ലാതെ ഈ സ്ഥാനത്തിന് മറ്റൊരു പേരും മലയാളത്തിൽ കേട്ടിട്ടില്ല. ഇതിന് കാരണം മറ്റൊന്നുമല്ല, പുരുഷന്മാർ മാത്രമേ ഈ സ്ഥാനത്തുണ്ടായിരുന്നുള്ളൂ എന്നതാണ്. എന്തായാലും വലിയൊരു മാറ്റത്തിനാണ് പൂങ്കാവ് ഇടവക വേദിയായത്. നിലവിൽ സുജ ഉൾപ്പെടെ 3 പേരാണ് ട്രസ്റ്റി സ്ഥാനത്തുള്ളത്. സോഷ്യോളജി ബിരുദധാരിയായ സുജ ഒരു പൊതുപ്രവർത്തകയുമാണ്. പള്ളിയിൽ കൈക്കാരൻ സ്ഥാനത്ത് ഒഴിവ് വന്നപ്പോൾ ഒരു സ്ത്രീ ആ സ്ഥാനത്തേക്ക് വരണമെന്ന ചിന്ത മുന്നോട്ട് വന്നു. ഇടവകയിലെ സജീവ സാന്നിധ്യമായ സുജയുടെ പേര് സ്വാഭാവികമായും പലരും സജസ്റ്റ് ചെയ്തു. സുജ എന്തുകൊണ്ടും അതിന് യോഗ്യയാണെന്ന് കണ്ട് ഇടവകാംഗങ്ങൾ ഒന്നടങ്കം അതിനെ പിന്തുണച്ചു. ദേവാലയത്തിന്റെ ഒരു അംഗം അല്ലെങ്കിൽ ഒരു ട്രസ്റ്റി എന്നുള്ള ആ ഒരു നിലയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് വേണ്ടി എന്നെ കൊണ്ടാവുന്ന വേല ചെയ്യുന്നതിന് എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എനിക്ക് എന്നെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മനസ്സ് കാണിച്ച എൻ്റെ ഇടവക ജനങ്ങൾ, ഈ പള്ളിയിലെ വികാരിയച്ഛൻ, എൻ്റെ കുടുംബാംഗങ്ങൾ, ഇവരുടെയൊക്കെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ട്രസ്റ്റി എന്നുള്ളൊരു സ്ഥാനത്തേക്ക് എനിക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചത്. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു സമയം ആവശ്യമാണ്, അല്ലേ? പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചത്, അതിന് ഇടവകയും വികാരിയച്ഛനും മുൻകൈ എടുത്തതും അതിനുവേണ്ടിയുള്ള അനുമതികൾ വാങ്ങിയെടുത്തതും ഒക്കെ കുറച്ച് നാളുകൾ നീണ്ടു നിന്ന ഒരു പ്രോസസ്സായിരുന്നു. ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സുജ അനിലിന്റെ വാക്കുകളിലേക്ക്. പൂങ്കാവ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം പൂങ്കാവ് ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത്. അത് പൂങ്കാവ് ഇടവകയുടെ വികാരിയായ ഫാദർ സേവ്യർ ചെറുമേലച്ചനാണ് ഇതിനെ മുൻകൈ എടുത്തത്. ഒരു വർഷങ്ങളായിട്ട് വന്നിരിക്കുന്ന കൈക്കാരൻ്റെ സ്ഥാനത്തേക്ക് ഒരു വനിത കൈക്കാരിയായിട്ട് എത്തണം എന്നുള്ളത് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് പാസ്റ്റർ കൗൺസിൽ അംഗീകരിച്ചു. പിന്നീട് അത് രൂപതാ തലത്തിലേക്ക് അംഗീകാരത്തിനായി പോയി. രൂപത അംഗീകരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. വനിതകൾ ഈ ഒരു മേഖലയിൽ കടന്നു വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. രൂപതാ തലത്തിലാണെങ്കിലും എവിടെയും നമ്മുടെ പള്ളി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വനിതകൾക്ക് അവരർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. തീർച്ചയായും പൂങ്കാവ് ഇടവകയുടെ മാത്രമല്ല, കേരള സഭാ ചരിത്രത്തിലും ഇങ്ങനെ ഒരു സംഭവം അപൂർവങ്ങളിൽ അപൂർവമാണ്, കേട്ടുകേഴ്വിയില്ലാത്തതുമാണ്. പൂങ്കാവ് ഇടവകയും ഇടവക വികാരി ഫാദർ സേവ്യർ ചിറമേലച്ചനുമാണ് ഇതിന് മുൻകൈ എടുത്തത്. പുതിയൊരു മാറ്റത്തിനാണ് പൂങ്കാവ് പള്ളിയും അവിടുത്തെ ഇടവകക്കാരും തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരുവാൻ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. പൗരോഹിത്യത്തിൽ സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീ പൗരോഹിത്യത്തെ മാർപ്പാപ്പ അനുകൂലിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ തലപ്പത്ത് പോലും അനേകം ഉത്തരവാദിത്തങ്ങൾ സ്ത്രീകൾ നിർവഹിക്കുന്നു. ഏതാണ്ട് 1165ഓളം സ്ത്രീകൾ വിവിധ മേഖലയിൽ സേവനം ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഇങ്ങ് കേരളത്തിന്റെ മണ്ണിൽ പൂങ്കാവ് ഇടവക കൊണ്ടുവന്ന ഈ പുതിയ മാറ്റം ഒരു പുതിയ തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി.